ന്യൂസ് ഡെസ്കിൽ നിന്ന് KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഒരു ആക്രമണത്തിന് പലതരത്തിൽ മറുപടി നൽകാം. അതിൽ ഏറ്റവും ആദ്യം പ്രത്യേകിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലാവുമ്പോൾ അതാദ്യം വേണ്ടത് നയതന്ത്ര തലത്തിലാണ്. നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടി ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലൊക്കെ തന്നെയാണ്. അടുത്തത് ഇനി സൈനികമായി എങ്ങനെ മറുപടി പറയും? അത് പ്രതീക്ഷിക്കുന്ന തരത്തിൽ പ്രതീക്ഷിക്കുന്ന ഇടത്ത് കൊടുക്കുന്നതല്ല യഥാർത്ഥ യുദ്ധതന്ത്രം. അത് പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെയായിരിക്കും വരിക. ഇപ്പോൾ ഈ നയതന്ത്ര തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പാകിസ്ഥാനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നത് ആണ്? അതിന്റെ അനുരണനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ശ്രീജ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കണ്ണീർ കാഴ്ചകളോടുകൂടി തന്നെയാണ് ഇന്നത്തെ വാർത്താ ദിനവും നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ ആയിരുന്നു മരണപ്പെട്ടത്. അതിൽ മലയാളിയായ രാമചന്ദ്രനും ഉണ്ടായിരുന്നു. നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിരുന്നു. ഏറെ വൈകിയാണ് പല സംസ്ഥാനങ്ങളിലെയും, പ്രത്യേകിച്ച് കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുള്ളത്. രാമചന്ദ്രന്റെ മൃതദേഹവും രാത്രി 8 മണിയോട് കൂടിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോഴും, അതായത് ഈ രാത്രി എത്തിച്ച പല മൃതദേഹങ്ങളും രാത്രി തന്നെ അത് മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോഴും അത് തുടരുന്നു എന്നത് തന്നെയാണ് വേദനാജനകമായ വിവരമായി നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇനി ശ്രീജ സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ആണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗം എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം തുടരുന്നതിന് ഇടയിൽ ആയിരുന്നു ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ അതേ ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരിട്ട് കാശ്മീരിലേക്ക് പുറപ്പെടുവാനുള്ള നിർദ്ദേശം ആയിരുന്നു പ്രധാനമന്ത്രി നൽകിയത്. മണിക്കൂറുകൾക്കകം തന്നെ അമിത്ഷാ കശ്മീരിൽ എത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുകയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുത്തുകൊണ്ട് കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒപ്പം തുടർ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള അടിയന്തരമായ നീക്കങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ ആണ് സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ചേരുകയും അതിനുശേഷം ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഏറ്റവും വഷളാകുന്ന തരത്തിലേക്കുള്ള കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊള്ളുകയും ചെയ്തത്. അങ്ങനെ ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര യുദ്ധം ഇന്നലെ ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇനി സൈനിക നടപടി എന്ത് എന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നടപടി എന്നത് ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗം തന്നെയാണ്. നമുക്കറിയാം, ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി രാജ്യം ഐക്യത്തോടെയും അഖണ്ഡതയോടെയും നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പും ഇന്ത്യയുടെ ചരിത്രം അത്തരത്തിൽ തന്നെയാണ്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അടക്കം വളരെ എതിർക്കുന്ന വിഷയങ്ങളിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്നത് കാണാറുണ്ട് എങ്കിലും ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങൾ ഇന്ത്യയുടേത് മാത്രമാണ് എന്നും അതിലേക്ക് മറ്റാരും കൈകടത്തരുത് എന്ന കൃത്യമായ നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണത്തിന്റെ സ്വഭാവം എന്തായിരുന്നു, ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ആക്രമണത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്, തുടർ നടപടികൾ എങ്ങനെയാകണം, ഇത്തരം കാര്യങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കൂടി ആർജിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരുന്നത്. ഈ സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ഇന്ത്യ ഇത്തരം മറുപടികൾ നൽകിയിട്ടുള്ളത്. അപ്രതീക്ഷിതമാകുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും മറുപടി നൽകുക. അതോടൊപ്പം തന്നെ സൈനിക നീക്കം വളരെ പെട്ടെന്നുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാനും സാധിക്കില്ല. കാരണം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന, അത് പൂർണ്ണമായും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഈ നയതന്ത്ര യുദ്ധം പരിഗണിക്കുമ്പോൾ ഇനി സാങ്കേതികമായ നയതന്ത്ര ബന്ധം മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഒരു അയൽ രാജ്യം എന്നുള്ളതോ സഹോദര രാജ്യം എന്നുള്ളതായ ഒരു പരിഗണനയും ഈ ഘട്ടത്തിൽ ഇന്ത്യ നൽകുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെ നയതന്ത്ര യുദ്ധത്തോടൊപ്പം തന്നെയാണ് ഇന്ത്യ സൈനിക യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യ അത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറാവുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനങ്ങളെ ഏറ്റവും അധികം
ബഹുമാനിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ കൃത്യമായി പാകിസ്ഥാന്റെ പങ്ക്, പാക് സൈന്യത്തിന്റെ പങ്ക്, പാക് ചാരസംഘടനയുടെ പങ്ക് ഇത് IB വൃത്തങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ അതിന്റെ തെളിവുകൾ കൂടി സാങ്കേതികമായി ശേഖരിച്ച ശേഷം ഒരുപക്ഷെ ഇന്ത്യ നടത്താൻ പോകുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. അതായത് എങ്ങനെയാണ് ഈ ഭീകരാക്രമണം ഇന്ത്യയിൽ പാകിസ്ഥാൻ നടപ്പിലാക്കിയത്, അതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു, എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം അതിന് വഴികൾ ഒരുക്കി നൽകിയത്, ഇതിന്റെ രേഖകളും തെളിവുകളും കൃത്യമായി ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും. നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ തന്നെ അത്തരം തെളിവുകൾ ശേഖരിക്കാൻ നമ്മുടെ IB സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ആര് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇന്ത്യ പങ്കുവെച്ച സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായിട്ടുള്ളവർ, പാകിസ്ഥാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥർ, ഇവരുടെ വിവരങ്ങളടക്കം പുറത്തുവിടുകയും രേഖാചിത്രങ്ങളടക്കം പുറത്തുവിടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് ഒരുപക്ഷെ ഇന്ത്യൻ ജനതയ്ക്ക് പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടാത്ത വളരെ നിർണായകമായ വിവരങ്ങൾ അടക്കം IB കേന്ദ്രങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ സുരക്ഷാകാര്യ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിൽ ഇനി എങ്ങനെയാകും തിരിച്ചടി എന്നത് സംബന്ധിച്ച കൃത്യമായ ആലോചനകൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ശ്രീജ ചേർത്ത് വെക്കേണ്ട ഒന്ന്, അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ സാഹചര്യങ്ങളെ പാകിസ്ഥാനും വിലയിരുത്തുന്നത് എന്നത് തന്നെയാണ്. ഇന്നലെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള വിച്ഛേദിക്കൽ ഇന്ത്യ നടപ്പിലാക്കിയതോടുകൂടി തന്നെ ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര സുരക്ഷാകാര്യ യോഗം ചേരുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഇന്ത്യ തിരിച്ചടിക്കും എന്നത് പാകിസ്ഥാൻ ഉറപ്പിക്കും ഒന്ന് തന്നെയാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭീകരാക്രമണത്തിന് വളരെ കൃത്യമായ പിന്തുണ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാകിസ്ഥാൻ തയ്യാറെടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ കൃത്യമായി അതിർത്തി മേഖലകളിൽ അടക്കം കൂടുതൽ സൈന്യത്തെ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം കരമാർഗത്തിലുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, പ്രത്യേക ഡ്രോൺ സംവിധാനങ്ങൾ, സ്ക്വാഡ് സംവിധാനങ്ങൾ, ഒപ്പം കുഴിബോംബ് പോലെയുള്ള, അതായത് ഈ യുദ്ധനീതിക്ക് നിരക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളടക്കം അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ സജ്ജമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആക്രമണം, അതായത് ഭീകരാക്രമണം ഉണ്ടാകുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചില സൈനിക നീക്കങ്ങൾ പാകിസ്ഥാൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നുള്ള ഇൻപുട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീജ നമുക്ക് എടുത്തു പറയേണ്ടത്, ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് പോലും അപ്രതീക്ഷിതമായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു ആക്രമണത്തിന് തന്നെ ആയിരിക്കണം ഇന്ത്യ തയ്യാറെടുക്കാൻ പോകുന്നത്. ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പോലും ഇത്തരം രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അത് സൈനിക ഉന്നത വൃത്തങ്ങൾക്ക് മാത്രം അറിവുള്ള, അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് മാത്രം അറിവുള്ള വിഷയമായി മാറും. ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത്, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ബീഹാറിൽ ആണ് ഉള്ളത്. അതായത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അത്രമേൽ നമ്മൾ ഗൗനിക്കുന്നില്ല എന്നുകൂടിയുള്ള ഒരു സന്ദേശം ഇത് നൽകുന്നുണ്ട്. എന്നാൽ അണിയറയിൽ വളരെ കൃത്യമായ ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾ 2016 ഉറിയിൽ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതുപോലെ പുൽവാമ 2019 പുൽവാമയ്ക്ക് നമ്മൾ നൽകിയ തിരിച്ചടി പോലെ ഒരു അപ്രതീക്ഷിതമായ നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അത് വ്യോമാക്രമണം ആകുമോ, കരമാർഗമുള്ള ആക്രമണം ആകുമോ എന്നതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കുക എന്നത് അസാധ്യമാണ്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലപ്പോഴായി ഇത്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ പോലും 2 തവണ ഇന്ത്യ പരസ്യമായി തന്നെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് ലോകരാജ്യങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് 2014-ലും 2019-ലും നമ്മൾ കണ്ടത് തന്നെയാണ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ മണ്ണിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഞങ്ങൾ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുന്ന തരത്തിൽ ഉള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യ നൽകാൻ പോകുന്നത്. അതിനപ്പുറത്ത് നമുക്കറിയാം, പലപ്പോഴും ഈ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ തിരിച്ചടിക്കാറുണ്ട്. പലപ്പോഴും പാക് സൈനികർക്ക് മരണം സംഭവിക്കാറുണ്ട്, സൈനികരെ അടക്കം കൊലപ്പെടുത്തുന്ന സാഹചര്യം. അതായത് ഈ തീവ്രവാദ ക്യാമ്പുകൾക്ക് സഹായം എത്തിക്കുന്ന, അവർക്ക് സുരക്ഷിതം എത്തിക്കുന്ന പാക് സേനയെ വധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴും അതങ്ങനെ പരസ്യമായി ഇന്ത്യ പുറത്തു പറയാറില്ല. അത്തരം നീക്കങ്ങളൊക്കെ നടക്കാറുണ്ട്. ഒപ്പം പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിഗമനം. കാരണം
പാകിസ്ഥാൻ എന്നത് ആഭ്യന്തരമായി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ ആ വിഘടനവാദം ബലൂചിസ്ഥാനിൽ വളരെ ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് തെഹ്രീക്ക് താലിബാൻ എന്ന വിഭാഗം, അത് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന അവർ ഒരു സ്വയം നിയന്ത്രിത സംവിധാനമായി മാറുന്നു. അപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ പാകിസ്ഥാൻ സൈന്യം ഈ രണ്ട് വിഭാഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് ചർച്ച ചെയ്തതാണ്, അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാനിലെ ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കണമെങ്കിൽ സേനയ്ക്ക് അവരുടെ കരുത്ത് ചോരുന്നു എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിലെല്ലാം ഇന്ത്യയുമായി ഒരു ക്ലാഷിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതുവികാരത്തെ ഉണർത്തി നിർത്തുക എന്നത് സൈന്യത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്യം കൃത്യമായ സഹായം നൽകിക്കൊണ്ട് സൈന്യത്തിന്റെ അനുഗ്രഹാശിസുകളോടെ തന്നെയാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടത്തിയത്. TRF എന്ന് പറയുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടനയാണെങ്കിലും അതിന്റെ വേരുകൾ നീളുന്നത് ലഷ്കർ ഇ തൈബയിലേക്കും ISIയിലേക്കുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ആ അടിവേര് തേടിയായിരിക്കും ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്ന കാര്യത്തിൽ രാജ്യത്തിന് ഉറപ്പുണ്ട്. ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട് ഇന്ത്യക്ക് ഈ ഭീകരാക്രമണത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ. അതും ശ്രദ്ധേയമാണ്. ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ ഒരു പ്രത്യാക്രമണം, ആ പ്രത്യാക്രമണം നേരത്തെ പറഞ്ഞതുപോലെ ഉറിയിലോ പുൽവാമയിലോ നൽകിയതുപോലെ ണമെന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താകണമെന്നില്ല. പക്ഷേ രാജ്യത്തെ നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യന്മാരുടെ ജീവൻ എടുത്ത അതാരായാലും അവർക്ക് തിരിച്ചടി കൊടുക്കുക എന്നത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമായി കരുതുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞു. ഇനി അറിയേണ്ടത് സൈനിക തലത്തിൽ അതെപ്പോൾ, എങ്ങനെ, എവിടെ ഉണ്ടാകുമെന്നതാണ്. അതെന്തായാലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. നമ്മളുടെ രാജ്യത്തെ ഒരു പൗരനെ തൊട്ടാൽ അതിന് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പ് രാജ്യം കൃത്യമായി നൽകുന്നുണ്ട്. KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത്.